ചേട്ടാ പറയാണ്ടിരിക്കാൻ വയ്യ. ഇന്നലത്തെ കോടതി വിധി നിങ്ങൾ പൊളിച്ചു ചേട്ടാ. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണം ചേട്ടാ? നിങ്ങൾ ധീരനും വീരനുമാണ് ചേട്ടാ. കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളെ മഞ്ജുവിനിട്ട് കൊടുത്തൊരു കൊട്ടുണ്ടല്ലോ ചേട്ടാ. ആ കൊട്ടൊരു ഒന്നൊന്നര കൊട്ട. എന്തായിരുന്നു അവളുടെ ഒരു അഹംഭാവം. വീട്ടിൽ മിണ്ടാതെ കുഞ്ഞിനെയും നോക്കി കിടക്കേണ്ട അവള് എന്തെല്ലാം ജാട കാണിച്ചാണ് ചേട്ടനെ ഇട്ടിട്ട് പോയത്. അവക്കിട്ട് കൊടുത്ത കൊട്ട് 8 വർഷമായിട്ട് ചേട്ടൻ സഹിച്ചിരുന്നു. ഇതെല്ലാം എടുത്തങ്ങ് വീശി. ചേട്ടാ നിങ്ങൾ ധീരനും വീരനുമാണ്. ഇതൊക്കെ എങ്ങനെ പറ്റുന്നു ചേട്ടാ? ചെറിയൊരു അബദ്ധം. ആ സ്ത്രീക്ക് മര്യാദയ്ക്ക് നിങ്ങളുടെ കൂടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. ചേട്ടൻ അവസാനം വരെ സംതൃപ്തിയോടുകൂടി അവരെയും കവ്യമധുവിനെയും നോക്കുമായിരുന്നല്ലോ. അവൾക്ക് എന്തോ ആ സ്ത്രീക്ക് എന്തോന്നിൻ്റെ കേടാ. അവളൊന്നും പറയാൻ പാടില്ല. ആ സ്ത്രീക്ക് എന്തോന്നിൻ്റെ കേടാണ്. കൊച്ചിനവരെ ഇട്ടിട്ട് പോയില്ലേ ചേട്ടൻ. കുഞ്ഞിനോ മറുപടി ചേർത്ത് വളർത്തുന്നു. എന്ത് നല്ല ചേട്ടൻ. ചേട്ടാ ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് എനിക്ക് പറയാനുള്ളത്, ചേട്ടൻ ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ലേഖകനെ, അതായത് റിപ്പോർട്ടറെ, ആ ചെറിയ പയ്യനെ നിങ്ങൾ ആ ഗുണ്ടകളെയും PR ആ ടീമിനെയും വിട്ട് ചീത്ത വിളിപ്പിച്ചപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ ആ ഒരു വേവലാതിയും ഭയവും. പക്ഷെ അതിൻ്റെ ഇടയിൽ അവൻ പറഞ്ഞു അവൾക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ്, ഇനിയും അവൾക്കൊപ്പമാണെന്ന്. വിടരുത് ചേട്ടാ, ഇവരെയൊന്നും വിടരുത്. പോലീസുകാരെ നമ്മൾ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് കേട്ടാ നിങ്ങൾ ധീരം. അതുപോലെ ഇവരെയൊക്കെ വരട്ടണം. ഇനി ഇതാരും വന്ന് നമുക്കെതിരെ നിൽക്കരുത്. ചേട്ടൻ ധീരനും വീരനുമാണ്. 9 വർഷമായിട്ട് ചേട്ടൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മെമ്മറി കാർഡ്, ബാലചന്ദ്രൻ സംവിധായകൻ്റെ ഓഡിയോ റെക്കോർഡ്, നമ്മളെ ആളല്ലേ ജഡ്ജി. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, ഇതൊക്കെ ഇതുവരെ പോകുമെന്നുള്ളത് നമ്മുടെ ജഡ്ജിക്കറിയാം. കോടതിയെ ബഹുമാനിക്കണം. കോടതി പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നാണ് നാട്ടുകാർ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴെ നാട്ടുകാർ അങ്ങനെയല്ല ചേട്ടാ. ഇപ്പോഴും പകുതിയിൽ, കേരളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഉള്ള ജനങ്ങളുടെ മനസ്സിലും ചേട്ടനെതിരായിട്ടുള്ള ചിന്തകളാണ്. അത് ശരിയല്ല ചേട്ടാ. ചേട്ടൻ ധീരനും വീരനുമാണ്. എല്ലാവരെയും നമ്മൾ കയ്യിലെടുക്കണം. അതിന് എന്തൊക്കെ ചെയ്യണോ? നമ്മൾ ബോംബെ വരെ മൊബൈൽ അയച്ചില്ലേ, അതുപോലെ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്ത് ഇനിയും ഇവന്മാരെയൊക്കെ കയ്യിലെടുക്കണം. പിന്നെ അതിൻ്റെ അടുത്തൊന്നും നമ്മൾ പോകരുത്. അതിജീവിതയുടെ അടുത്തൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. പിറകിൽ എന്തോ ഒരു WCC 5-6 പെണ്ണുങ്ങൾ കൂടി നമ്മൾ എന്തിനു ചെയ്യാൻ ചേട്ടാ? അയ്യടാ, ഈ കേരളത്തിൻ്റെ 3/4 പങ്ക് വരുന്ന ജനം വരെ നമുക്കെതിരാണ്. എന്നിട്ട് നമ്മൾ ആട്ടിപ്പടയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്തെല്ലാം ടെക്നിക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ സൂപ്പറാ ഊരി വന്നില്ല ചേട്ടാ. ചേട്ടാ നിങ്ങൾ ധീരനും വീരനുമാണ് ചേട്ടാ. കൈയടിക്കണം. ചെറിയ ഒരു പ്രശ്നത്തിൽ നിന്നല്ല ചേട്ടാ നമുക്കെതിരെ ഇവർ തിരിഞ്ഞത്. ചേട്ടാ എന്തോ ചെയ്ത് കാവ്യമധുവിനെ ഇഷ്ടപ്പെട്ടു പോയി. ഈ ലോകത്തിൽ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കല്യാണം കഴിച്ചിരിക്കുന്ന ആൾ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം വയ്ക്കുന്നത്. ആദ്യമായിട്ടാണ്. എന്നിട്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് പൊക്കിക്കൊണ്ട് വന്ന് നമ്മൾ വിടുവോ? എറണാകുളത്തിൻ്റെ വിരിമാറിലൂടെ വണ്ടിക്കകത്ത് ഇട്ട് നമ്മൾ ഇനി അതിജീവിത എന്ന് പേരും വെച്ചുകൊണ്ട് ജീവിക്കട്ടെ. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കും. നമ്മൾ ധീരനും വീരനുമാണ് ചേട്ടാ. വിടരുത്. ഇനിയും നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇനി മറ്റേ ഗവൺമെൻറ് ഉണ്ട് പിറകെ. നമ്മുടെ ടീമിനൊക്കെ ഇറക്കണം ചേട്ടാ. നമ്മുടെ എല്ലാ ടീമിനെ ഇറക്കണം. ഇതൊന്നും ശരിയല്ല. IPSകാരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ശക്തി പോരാ ചേട്ടാ. കാരണം ജനങ്ങൾ മുക്കാലും ചേട്ടനെതിരായിട്ടാണ് പൊതുജനബദ്ധ്യത്തിൽ. ജനപ്രിയൻ എന്നുള്ള പേര് അനർത്ഥമാക്കണമെങ്കിൽ ഇനിയും നമ്മൾ ആളുകളെ സോപ്പ് ഇട്ടിട്ട് എടുക്കണം. PR വർക്ക് ഇതൊന്നും പോരാ. ഇനി കുറച്ചുകൂടെ അപ്ലൈ ചെയ്യണം ചേട്ടാ. നിങ്ങൾ ധീരനും വീരനുമാണ് ചേട്ടാ. നിങ്ങൾക്കതിന് കഴിയും. അതിനുള്ള കാലിബറും അതിനുള്ള സാമ്പത്തിക ഭദ്രയും ചേട്ടനുണ്ട്. അപ്പോൾ അതൊക്കെ ചേട്ടൻ ഉപയോഗിക്കണം. എങ്കിലും ഇനി മഞ്ജുവൊക്കെ ഇനി നമുക്കെതിരെ, അതായത് ചേട്ടനെതിരെ വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളെടുത്ത കളി ചേട്ടാ.
ചേട്ടാ അങ്ങനെ വിട്ടൊന്നും കൊടുക്കണ്ട. ചേട്ടൻ ഇനി സംസാരിക്കണം ചേട്ടാ. എത്ര കാലമായി ചേട്ടൻ്റെ ഒരു സിനിമ വിജയിച്ച് കണ്ടിട്ട്. വിജയിപ്പിക്കണം ചേട്ടാ. മറ്റ് നടന്മാരെ കൂവിത്തോപ്പിക്കും. പൃഥ്വിരാജിനെ നമ്മൾ പണ്ട് ഒരു കൂവി ഇരുത്തിയതാണ്. അവൻ അതോടുകൂടി തമിഴ്നാട്ടിലോട്ട് പോയി. ഒന്നുകൂടെ അത് ഇരുത്തണം. ഇവനൊന്നും ശരിയല്ല ചേട്ടാ. ഇവനൊക്കെ ആ അതിജീവിത എന്ന് പറയുന്ന കുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിച്ചതാണ്. നമ്മൾ പറയുന്ന താണ്ടി ചെയ്തതാണ്. ചേട്ടൻ ധീരനും വീരനുമാണ്. ഇനി അവനെ പൃഥ്വിരാജിനെയൊന്നും ഇവിടെ വാഴിക്കാൻ പറ്റത്തില്ല. പൊക്കി ദൂരെ കളയണം. നമ്മളടുത്ത കളി ചേട്ടാ വിടരുത് ചേട്ടാ. നിങ്ങൾ ധീരനും വീരനുമാണ്. ഇനി നമ്മൾ കിടക്കില്ല. ഇനി എന്താണ് അപ്പീൽ പോവാൻ. ചേട്ടൻ എങ്കിലും രഞ്ജിപ്പണിക്കർ മറ്റേ ഗുസ്തിപ്പടത്തിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞതിനെ ബേസ് ചെയ്ത് ക്രിമിനൽ പോലീസ് എന്ന് ചേട്ടൻ പറഞ്ഞില്ലേ, ക്രിമിനൽ പോലീസ്, അതിനെ ബേസ് ചെയ്ത് പോലീസുകാർ കള്ളത്തരം ചെയ്യാറില്ലേ എന്ന് രഞ്ജിപ്പണിക്കർ. എന്നിട്ട് ഗവൺമെൻറ് മുഖ്യം പറയണു അതൊക്കെ അദ്ദേഹത്തിൻ്റെ തോന്നലാണെന്ന്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് കറകളഞ്ഞ 5 പൈസ വാങ്ങിക്കാത്ത സത്യസന്ധരായ പോലീസുകാരാണ് ഈ കേസ് അന്വേഷിച്ചത്. അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ക്രിമിനൽ പോലീസ് തന്നെ നമ്മൾ പറയും. നമ്മളങ്ങനെ എത്തിക്കും. നമ്മൾ പറഞ്ഞു പരത്തും. നമ്മുടെ PR ടീം നമുക്ക് അതിന് വേണ്ടി ഉള്ളതാണ് ചേട്ടാ. പണം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ധീരനും വീരനുമാണ് ചേട്ടാ. വിടരുത് ചേട്ടാ. അപ്പീലിന് പോയിപ്പിക്കരുത്. വിരട്ടി നടത്തരുത് എല്ലാത്തിനെയും. നമ്മൾ ആരൊക്കെയോ സ്വാധീനിക്കാൻ ശ്രമിച്ച് 25 ലക്ഷവും പറമ്പും വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ പറയുന്നുണ്ട്. പറ്റിയ തട്ടിക്കളയായിരുന്നു ചേട്ടാ. നമ്മുടെ ആളുകളിരിക്കുകയല്ലേ. സുനി പോയാൽ വേറെ ആളുകൾ. ആദ്യം നമുക്ക് കുറേ സുനിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവനൊക്കെ കാര്യം മാറിപ്പോയി. പോട്ടെ, നമുക്ക് വേറെ ആളുകളുണ്ട് ചേട്ടാ. അവരെ വെച്ച് ചെയ്യിക്കാൻ ചേട്ടാ. അപ്പീൽ പോകാൻ ശ്രമിക്കരുത് ചേട്ടാ. ഗവൺമെൻറ്റല്ല ആര് പറയാം. നമ്മുടെ അടൂർ പ്രകാശ് ചേട്ടനൊക്കെ പറഞ്ഞ കേട്ടല്ലോ ചേട്ടാ. അവരൊക്കെ നമ്മുടെ കൂടെയാണ്. പിന്നെ മാറ്റി പറഞ്ഞെങ്കിലും അവരൊക്കെ നമ്മളെ കൂടെയാണ്. ആ ധൈര്യം വേണം ചേട്ടാ. ചേട്ടൻ കലക്കി ചേട്ടാ. ചേട്ടൻ ധീരനും വീരനുമാണ്. വിടരുത് ചേട്ടാ. പിന്നെ ഇതുകൊണ്ടൊന്നും ഇത് അവസാനിച്ചെന്ന് അവർക്ക് തോന്നരുത്. അതിജീവിതം ഇനി വരരുത്. അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല. അതിജീവിതാന്നും പറഞ്ഞ് കേസിന് പോകാൻ ആരും വരുന്നു മാത്രമേ ഉള്ളൂ ചേട്ടാ. അങ്ങനെ പഴയതുപോലെ ലാന്തി കളിക്കുക. സുനിൽ അവൻ ഇതൊക്കെ പറഞ്ഞാലും പൈസയുടെ പേരിൽ ചെറിയൊരു അവൻ ലാന്തിയത് കൊണ്ടാണ് ഇപ്പോൾ ചേട്ടൻ്റെ പേരിൽ വരാൻ കാരണം. പിന്നെ മഞ്ജു അവൾ പറയുന്നത് ഈ കൂടെ കിടക്കുന്നത് രാപ്പനി അറിയാമോ എന്നുള്ള ആ ചർച്ചയിലാണ് അവൾ അത് കൊണ്ട്. അവൾക്ക് സപ്പോർട്ടിന് ആളുണ്ട് ചേട്ടാ. വിടരുത് ചേട്ടാ. മോളെ അമ്മയൊക്കെ തന്നെ ഒന്നും വിടരുത് ചേട്ടാ. അപ്പീലിന് ഒരുത്തൻ പോകരുത് ചേട്ടാ. പൊളിക്കണം. ചേട്ടനെ തോൽപ്പിക്കാനായിട്ട് ഒരുത്തൻ പുറകെ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടൻ. 2 കേസായി. വിടരുത്. ചേട്ടൻ തന്നെ നമ്പർ 1 ആവണം. ഇനിയും അതിജീവിതമാരുണ്ടാക്കണം. നമുക്ക് കേരളമാകെ പടർന്ന് പന്തലിക്കണം ചേട്ടാ. നമസ്കാരം ചേട്ടാ.